നിങ്ങൾ കേരളത്തിലെ ബസ് യാത്രക്കാരാണോ? എങ്കിൽ സൂക്ഷിക്കുക. ഏത് സമയവും നിങ്ങൾക്ക് അപമാനം വന്നുപെടാം. നിങ്ങൾക്ക് ഒരു ആത്മഹത്യയിലേക്ക് പോകേണ്ടി വരാം. കാരണം നമ്മുടെ സമൂഹം ഒരു ഭ്രാന്താലയമായി തന്നെ മാറിയിരിക്കുന്നു എന്ന് വിവേകാനന്ദൻ പറഞ്ഞ ആ വാക്ക് അന്വർത്ഥമാകുമ്പോഴേക്കും ഫേസ്ബുക്ക് ഓരോ ഫോട്ടോയ്ക്കും വീഡിയോയ്ക്കും റീൽസിനും ഒക്കെ ലൈക്കിനും കമന്റിനും പണം തരാൻ തുടങ്ങിയത് മുതൽ അതിലേക്ക് എങ്ങനെയെങ്കിലും വൈറലായി കണ്ടന്റ് വേണം എന്ന് ആഗ്രഹിച്ച് ജനത മുന്നിട്ടിറങ്ങിയപ്പോൾ അതിന്റെ പരിസമാപ്തി എന്ന പോലെ, അല്ലെങ്കിൽ പരിസമാപ്തി എന്ന് പറയാറായിട്ടില്ല, ഇനിയും എത്രയോ പേർ മരണപ്പെടാൻ സാധ്യതയുണ്ട്. എങ്ങനെയെങ്കിലും പണം സമ്പാദിക്കണമെന്ന ആഗ്രഹവുമായി ഇറങ്ങിയ കുറെ ആളുകൾ ഇതുപോലുള്ള വലിയ ചതികളിലാണ് ചെന്നുപെട്ടിട്ടുള്ളത്. കഴിഞ്ഞ ദിവസം ആ ബസ്സിൽ വെച്ചുണ്ടായ ആ സംഭവം തന്നെ, ആ സ്ത്രീ അയാളുടെ പിറകെ പോയി മുട്ടുന്നത് പോലെയാണ് ആർക്കും തോന്നിപ്പോയത്. അയാളുടെ കയ്യിൽ ഒരു ബാഗുണ്ട്. അയാൾ ബസ്സിൽ നിന്ന് ഇറങ്ങാൻ പോകുന്ന സമയത്ത്, ആ റീലിൽ കാണുന്നത് ശ്രദ്ധിച്ചാൽ വ്യക്തമാകും, അയാൾ ബസ്സിൽ നിന്ന് ഇറങ്ങാൻ പോവുകയാണ്. ആ സമയത്ത് അവർ പിന്നാലെ പോവുകയാണ് ചെയ്യുന്നത്. കേരളത്തിലൊക്കെ ഒരു ക്രിമിനൽ സംഭവം ഉണ്ടായാൽ നമ്മൾ പോലീസിൽ ബന്ധപ്പെടുകയും അറിയിക്കുകയൊക്കെ ചെയ്യുന്നതാണ് സ്വാഭാവികം. ഇത് അതിന് പകരം സോഷ്യൽ മീഡിയയിൽ ഇടുക, പണം വാങ്ങുക. ഇപ്പോൾ ഏകദേശം 2 മില്യൺ വ്യൂസ് ആ വീഡിയോയ്ക്ക് ഉണ്ടായിട്ടുണ്ട്. അതായത് ആ വീഡിയോ കാണുന്ന ആളുകളിൽ നിന്ന് ആ സ്ത്രീക്ക് ഏറ്റവും കുറഞ്ഞ വരുമാനം ഒരു $350 ഇങ്ങനെ പല വ്യൂസുകൾ ഉണ്ടാക്കി ഡോളർ ഉണ്ടാക്കുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടി ഇറങ്ങിയിരിക്കുന്ന ഒരു പറ്റം ആളുകൾ ഇനിയും കാലന്മാരാകാം, കാലത്തികളാകാം. അതുകൊണ്ട് എല്ലാവരും ശ്രദ്ധിക്കുക. ബസ്സിൽ ഇനി മുതൽ സ്ത്രീക്കും പുരുഷനും സെപ്പറേറ്റ് സ്ഥലം വേണമെന്നും ഇതിന് നടുക്കൊരു പാർട്ടീഷൻ വേണമെന്നും ബഹുമാനപ്പെട്ട മന്ത്രിയോട് അപേക്ഷിക്കാതിരിക്കാൻ തരമില്ല. കാരണം ഈ അടുത്തിടയ്ക്ക് വൈറലാകാൻ വേണ്ടി ബസ്സുകളാണ് ഏറ്റവും കൂടുതൽ ദുരുപയോഗം ചെയ്യപ്പെടുന്നത്. ഇനിയും ഇതുപോലുള്ള സംഭവങ്ങൾ ഉണ്ടാകാതിരിക്കാൻ നമ്മുടെ സമൂഹം ജാഗ്രത പുലർത്തണം. ഗതാഗത വകുപ്പ് മന്ത്രി ഒരു തീരുമാനം എടുത്തേ മതിയാകൂ. ബസ് പാർട്ടീഷൻ വയ്ക്കുക. ബസ്സിനുള്ളിൽ സ്ത്രീകൾക്കും പുരുഷനും പ്രത്യേകം സ്ഥലങ്ങൾ, അതും പാർട്ടീഷൻ വെച്ച് മറയ്ക്കുക. അതോടുകൂടി ബസ്സിനുള്ളിലെ ഈ കുൽസിതങ്ങൾ അവസാനിക്കുകയും ബസ്സിൽ നിന്ന് വൈറലാകുന്ന വീഡിയോ നിൽക്കുകയും ചെയ്യും. അപ്പോൾ ഇനി ഒരു മനുഷ്യനും ഈ ദുർഗതി ഉണ്ടാവാതിരിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ വീഡിയോ നിർത്തുന്നു.